നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇവിടെ? നമ്മളാരാ? ഞാനിവിടുത്തെ. എന്താ അങ്ങോട്ട് ചെല്ല്, SP മേഡം അകത്തുണ്ട്. എന്താ പ്രശ്നം? അതകത്തെല്ലാം പറയാം. ചന്ദ്രേട്ടാ, എന്താ നന്ദിതേ? അത് നിങ്ങളാരാ? മേഡം, ഇതാ ഞാൻ പറഞ്ഞ ഏട്ടൻ. ഓ, ചന്ദ്രദാസ്. എന്താ ജയ? താൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാനൊരു ബിസിനസിന്റെ ആവശ്യത്തിന്. താൻ എത്രാം തീയതി എവിടുന്ന് പോയത്? അത് 16-ാം തീയതി. അതായത് സിന്ധുവിനെ കാണാതായ അതേ ദിവസം. സിന്ധുവിനെ കാണാതായോ? അതെ. എന്താ, നിങ്ങൾ ഒരുമിച്ചാണോ പോയത്? അയ്യോ, അല്ല മേഡം. ബിസിനസ് ആവശ്യത്തിന് താൻ എവിടെ പോയെന്നാ പറഞ്ഞേ? കോയമ്പത്തൂര്. എങ്ങനെ പോയത്? ട്രെയിനിലോ ബസ്സിലോ? ടിക്കറ്റ് എവിടെ? കാണട്ടെ. ഞാനൊരു ഫ്രണ്ടിന്റെ കാറിലാണ് മേഡം പോയത്. കോയമ്പത്തൂരിൽ താമസിച്ചതിന്റെ ഹോട്ടൽ ബില്ലൊന്നുമില്ലേ? അതോ ഫ്രണ്ടിന്റെ കാറിൽ തന്നെയാണോ കിടന്നുറങ്ങിയത്? ബില്ല് അവന്റെ കയ്യിലാ. ബില്ലൊക്കെ അടച്ച് തന്നെ ഇവിടുന്ന് വിളിച്ചോണ്ടുപോയത് ഏത് ഫ്രണ്ടാ? അത് മേഡം, 600-മംഗലത്തുള്ള കോൺട്രാക്ടർ ബെന്നി. അപ്പൊ സിന്ധു എവിടെ പോയെന്ന് തനിക്കും അറിയില്ല അല്ലേ? ഇല്ല മേഡം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ല എന്നുള്ള വിശ്വാസത്തില് തൽക്കാലം ഞാൻ പോവുക. നാളെ ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ട് പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരും. എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ചന്ദ്രേട്ടാ, മേഡം ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. ചന്ദ്രേട്ടൻ ബിസിനസ് ആവശ്യത്തിന് പോയതാണെന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? പിന്നെ അദ്ദേഹം എന്ത് പറയാനാ? ഒരു ഭാര്യയുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ സംശയിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല. അത് ചന്ദ്രദാസ് ആണെങ്കിലും അജയ് ഘോഷ് ആണെങ്കിലും കാശിയിൽ പോയ നിങ്ങളുടെ വിശ്വനാഥനാണെങ്കിലും. ഇനി അതല്ല, നിങ്ങളാണെങ്കിലും. കൊലപാതക കേസിലെ റിമാൻഡിൽ കിടക്കുന്ന മാണിക്യമംഗലത്തെ ഇളയവൻ ഹരിദാസ് ആണെങ്കിലും. ഏതായാലും ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ ഈ പറഞ്ഞ സിന്ധു സീതാദേവിയൊന്നും അല്ലല്ലോ. ആകാശത്ത് അപ്രത്യക്ഷയാവാൻ മായാദേവിയും അല്ല. അപ്പൊ അവക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 6 മാസം ഈ വീട്ടില് ജോലിക്കാരിയായിരുന്നവൾ 3 മാസം ഗർഭിണിയായിരുന്ന സ്ഥിതിക്ക്. നിങ്ങളെ വിശദമായി ചോദ്യം ചെയ്യാൻ എനിക്ക് വീണ്ടും വരേണ്ടി വരും.